ആദരണീയരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, കല, കായികം, സാംസ്കാരിക എന്നും കലയും കലാപരിപാടികളും കായികവും കായിക മത്സരങ്ങളും സാംസ്കാരികം എന്നുള്ളതിൽ വരുന്ന ഇതോ അതിലേക്ക് തന്നെ കൂട്ടി പറയാറുള്ളത് സാഹിത്യം, കവിത, നോവൽ, ഇതൊക്കെയാണ് വലിയ സാംസ്കാരിക പ്രവർത്തനങ്ങൾ എന്നുള്ള രീതിയിൽ. ഈ വിഷയങ്ങളിലൊക്കെ കലയും കായികവും സാംസ്കാരികവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ കലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനത്തുള്ളത് ഇന്ന് സിനിമയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കല എന്ന് പറയുന്നത് സിനിമ മേഖലയാണ്. അതിൽ നിന്ന് തുടങ്ങി അതിന്റെ ചെറിയതും വലിയതും ഒറ്റക്കും കൂട്ടായിട്ടുമുള്ള ധാരാളം വകഭേദങ്ങളുണ്ട്. ഈ വിഷയങ്ങളിലൊക്കെ ഇതൊന്നും ഇസ്ലാം വിലക്കിയതൊന്നുമല്ല, അള്ളാഹ് ഹറാമാക്കിയ സാധനങ്ങളൊന്നുമല്ല. കല, കായികം, സാംസ്കാരികം എന്നൊക്കെ ഒറ്റയടിക്ക് ഹറാം എന്ന രീതിയിൽ അതിനെ നോക്കി കാണേണ്ടതൊന്നും ഇല്ല. അപ്പൊ ഈ വിഷയത്തിലും എല്ലാ കാര്യത്തിലും അള്ളാഹുവിനെ സൂക്ഷിക്കുന്നത് പോലെ കല, കായികം, സാംസ്കാരിക മേഖല, അതിലും അതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളോടെയും അനുബന്ധവുമായിട്ടുള്ള വിഷയങ്ങളിലൊക്കെ അള്ളാഹുവിന്റെ വിധിവിലക്കുകളെ യഥാവിധി സൂക്ഷിക്കണം, പാലിക്കണം, ശ്രദ്ധിക്കണമെന്ന് ഈ സന്ദർഭത്തിൽ ഉണർത്തുന്നു, വസിയ്യത്ത് ചെയ്യുന്നു. കഴിഞ്ഞ ഒരാഴ്ചത്തോളമായി നമ്മുടെ പത്രങ്ങളിലും മാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയ സംവിധാനങ്ങളിലുമൊക്കെ ഉരുൾപൊട്ടി വന്നുകൊണ്ടിരിക്കുകയാണ് സിനിമാ മേഖലയിലെ വാർത്തകൾ. അതിരുകളില്ലാത്ത വണ്ണം എല്ലാം ഒഴുകി വരുന്നുണ്ട്, പിടുത്തം വിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഒന്നും അതിന്റെ സ്ഥാനത്ത് നിൽക്കാത്ത വണ്ണം സകലതും കടപുഴകി മാധ്യമ സംവിധാനങ്ങളിലൂടെ കുത്തിയൊലിച്ച് തിമറുത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. പലർക്കും ഇതൊരു ആഘോഷമാണ്, സകലതും വിൽക്കാനുള്ള ഒരു സാഹചര്യമാണ്, തങ്ങളെ പ്രതിഷ്ഠിക്കാനുള്ള ഒരു അവസരമാണ്. മറ്റു ചിലർക്ക് പലതും മറച്ചുവെക്കാനുള്ള. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വരുന്നത് പോലും കാഫിർ വിവാദം കേരളത്തിൽ കത്തിനിന്ന സമയത്താണ്. നമ്മുടെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ എങ്ങനെയാണ് തിരഞ്ഞെടുപ്പുകളെ അഭിമുഖീകരിക്കുന്നതെന്നും അതിലെത്ര അപകടകരമായ കളികളാണ് നമ്മുടെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ കളിച്ചുകൊണ്ടിരിക്കുന്നതെന്നും അധികാരത്തിന്റെ അകത്തളങ്ങളിലേക്ക് പ്രവേശിക്കുന്നതിന് വേണ്ടി അവസാനത്തെ അടവും അതിലെ ഏറ്റവും മാരകമായ സൂത്രവാക്യങ്ങളടക്കം പ്രയോഗിച്ചുകൊണ്ടാണ് 40% രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും നമ്മളെ രാഷ്ട്രീയവൽക്കരിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതിന്റെ വലിയ വിവരമാണ് കാഫിർ വിവാദത്തിലൂടെ നമ്മുടെ മുമ്പിലേക്ക് വന്നിട്ടുള്ളത്. ഇപ്പോ കാഫിർ പോയി, ആരാണിത് കൊണ്ടുവന്നത്? നമ്മുടെ 10 മിനിറ്റ് പോലും വേണ്ട നെറ്റ് പരിശോധിച്ചാലേ എവിടുന്നാണ്, ഏത് ഒരുത്തനാണ് ഇത് കൊണ്ടുവന്നിട്ടുള്ളത് സോഷ്യൽ മീഡിയയുടെ പിന്നാമ്പുറം നോക്കിയാല് ഇപ്പോഴും കൊണ്ടുവന്നവൻ ആരാന്ന് ഇന്റലിജൻസ് സംവിധാനങ്ങൾക്ക് അറിയില്ല, ക്രൈംബ്രാഞ്ചിന് അറിയില്ല, പോലീസിന് അറിയില്ല, ഗവൺമെന്റിന് അറിയില്ല. അപ്പോ അതിന്റെ ശേഷമാണ് ഹേമ കമ്മിറ്റി വരുന്നത്. ഇങ്ങനെയൊക്കെയാണ് രാഷ്ട്രീയം. ഒന്നിനെ ഹേമ കമ്മിറ്റിയുടെ ഒരു ഗുണം എന്താന്ന് വെച്ചാൽ ഒരു മതത്തിനും കൊള്ളൂല, ഒരു രാഷ്ട്രീയ പാർട്ടിക്കും കൊള്ളൂല, പൊതുജനത്തിനും കൊള്ളില്ല. എന്നാൽ പൊതുജനങ്ങളെ ഇങ്ങനെ വിഡ്ഢികളാക്കാൻ ആ മനസ്വഭാവവും ഞങ്ങൾ ഈ വിഡ്ഢികൾ വിശ്വസിക്കുന്നത് പോലെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് യഥാർത്ഥ വിശ്വാസത്തെക്കുറിച്ച് പരിഹസിച്ചുകൊണ്ട് മറ്റുള്ളവർ പറയുന്നുണ്ട്. നമ്മുടെ സാമൂഹിക ജീവിതം, വ്യക്തി ജീവിതം, സംഘടനാ ജീവിതം, ഇതിട്ടൊന്നും സിനിമക്കൊരു ബന്ധമില്ല. നമ്മുടെ കുടുംബ ജീവിതത്തിന് അതായിട്ട് ബന്ധമില്ല, നമ്മുടെ സാമ്പത്തിക ജീവിതത്തിന് അതായിട്ട് ബന്ധമില്ല, നമ്മുടെ സാംസ്കാരിക ജീവിതത്തിനും അതിനായിട്ട് വലിയ ബന്ധങ്ങളൊന്നുമില്ല. അങ്ങനെ സാംസ്കാരികമായി, കലാപരമായി, സാഹിത്യപരമായി ഉയരാനും വളരാനൊന്നുമല്ല ഒരുത്തൻ സിനിമക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. വഷളൻ, അനാശാസ്യവും അക്രമാസക്തവും അശ്ലീലവുമായ കാര്യങ്ങളെ ചുളുവിലക്ക് എളുപ്പത്തിൽ വിശാലമായി കാണാൻ, ആസ്വദിക്കാൻ. എന്റെ മറവറുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം. ഞാൻ പറഞ്ഞിട്ടുണ്ട് സിനിമ ഹറാമൊന്നുമല്ല ഇസ്ലാമിൽ. പക്ഷെ നല്ല സിനിമ ഉണ്ടോ എന്നുള്ളത് വേറെ പരിശോധിക്കേണ്ടതാണ്. നല്ല സിനിമ ഉണ്ടെങ്കിൽ ഹലാലാണ്.
കാണാം നമുക്ക്. അതിന്റെ സംവിധായകനും നിർമ്മാതാവും അഭിനേതാക്കളും മുതൽ എല്ലാവരും നല്ലവർ. നല്ലതിനു വേണ്ടി, നല്ലതിനു വേണ്ടി മാത്രം സൃഷ്ടിക്കുന്ന ഒരു സിനിമയുണ്ടെങ്കിൽ ആ സിനിമ ഹലാലാണ്. ആഗോള ഹോളിവുഡ് സിനിമ മുതൽ നമ്മുടെ മോളിവുഡ് എന്ന് പറയുന്ന മലയാളത്തിലടങ്ങം ഇറങ്ങുന്ന സിനിമകളുടെ അടിസ്ഥാനങ്ങൾ, അതിന്റെ അഖീദ, അതിന്റെ ഈമാനും ഇസ്ലാമും ഇഹ്സാനും ഒന്നും, ഇതൊക്കെ ആശയാർത്ഥത്തിലാണ് ഞാൻ പറഞ്ഞത്. അതിന്റെ വിശ്വാസക്രമം, അതിന്റെ പ്രയോഗക്രമം, അതുമായി ബന്ധപ്പെട്ട ഉദ്ദേശ താല്പര്യങ്ങൾ, അതാണ് ഇഹ്സാൻ. ഒരു സംഗതിയുടെ ഉള്ളിലുള്ള അടിസ്ഥാന താല്പര്യങ്ങൾ, ഇതൊക്കെ നമ്മൾ വെച്ച് പരിശോധിച്ചാൽ ആഗോള സിനിമാ മേഖല മുതൽ നമ്മുടെ നാട്ടിലെ സിനിമാ നിർമ്മാണം അടക്കം ഇവിടുത്തെ മനുഷ്യനെ അങ്ങോട്ട് നന്നാക്കി കളയാം, മനുഷ്യനെ അങ്ങോട്ട് സംസ്കരിച്ച് കളയാം, അവനെ അങ്ങോട്ട് ശുദ്ധീകരിച്ച് മണവാളനാക്കി, പുണ്യാളനാക്കി, മാലാഖയാക്കി, പ്രവാചകന്മാരുടെയും പുണ്യപുരുഷന്മാരുടെയും ഒക്കെ നിലവാരത്തിലേക്ക് വളർത്തിക്കളയാം എന്നാഗ്രഹിച്ച് ഒരു സിനിമ ഇറങ്ങണില്ല. ഇറങ്ങുന്നുണ്ടെങ്കിൽ വളരെ വളരെ അപൂർവമായിരിക്കും, വളരെ അപൂർവമാണ്. അതിന്റെ പിന്നാമ്പുറങ്ങളിലേക്ക് നിങ്ങൾ തുരന്ന് കയറിപ്പോയാൽ പുറത്തേക്ക് കാണുന്ന ഈ വെള്ളിത്തിരയുടെ ഒരു മിന്നലും ഒരു നന്മയും അതിന്റെ അകത്തളങ്ങളിൽ ഇല്ല എന്നാണ് ഈ റിപ്പോർട്ടുമായി. നമ്മളെ വിഡ്ഢികളാണ്, നമ്മളെ അവിടെ എന്തോ ഭയങ്കര പുണ്യാളന്മാർ കടന്ന് നിറഞ്ഞ് കവിഞ്ഞൊഴുകുന്ന നന്മകൾ മാത്രം പൂത്തുലയുന്ന എല്ലാ ദൈവിക മൂല്യങ്ങളെയും പ്രവാചക മൂല്യങ്ങളെയും വേദഗ്രന്ഥങ്ങളെയും ഒക്കെ മനുഷ്യന്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി വളരെ വ്യവസ്ഥാപിതമായി നിൽക്കുന്ന ശൃംഖലയാണ്. ഒരു തെറ്റിദ്ധാരണകൾ വെക്കേണ്ട കാര്യമില്ല. ഇമാമുകൾ മാറിപ്പോയ കാലമാണിത്, അമീറന്മാരും പ്രസിഡന്റുമാരും ഒക്കെ മാറിപ്പോയ കാലമാണിത്. ആരാണ് നേതൃത്വം വഹിക്കുന്നത്, ആരാണ് ഇതിന്റെയൊക്കെ കടിഞ്ഞാൻ പിടിക്കുന്നത് എന്ന് പരിശോധിച്ചു പോയാൽ ഒട്ടും സുഖകരമല്ലാത്ത വ്യക്തികളെയും സംഘങ്ങളെയും സംവിധാനങ്ങളെയും ഒക്കെയാണ് ഇതിന്റെയൊക്കെ പിന്നാമ്പുറത്ത് നമുക്ക് കാണാൻ കഴിയും. ആഗോള സിനിമയെക്കുറിച്ച് നിങ്ങൾ ഹോളിവുഡാണല്ലോ അതിന്റെ ഇമാമ്, ലോക സിനിമയുടെ ഇമാമ് ഹോളിവുഡാണ്. ഒരിക്കൊരു കഅബ വേണം, ഒരിക്കൊരു ഖിബില വേണമല്ലോ. ആ ഖിബില എന്ന് പറയുന്നത് ഹോളിവുഡാണ്. ഹോളിവുഡിലെ 70% സിനിമാ കമ്പനികളും ഇസ്രായേലുമായി ബന്ധപ്പെട്ടതാണ്. ഇസ്രായേൽ യഹൂദ മുതലാളിമാരുമായി ബന്ധപ്പെട്ടതാണ്. അവരാഗ്രഹിക്കുന്ന ഒരു ലോകഘടനയെയും അധ്വാനിക്കാതെ സമ്പത്ത് കൈവശപ്പെടുത്തുന്നതിനും അവരുടെ ഒരു സാംസ്കാരിക ലോകത്തെ ഉൽപ്പാദിപ്പിക്കുന്നതിനും നിർമ്മിക്കുന്നതിനൊക്കെ ആയിട്ട് പണമിറക്കി യഹൂദ മുതലാളിമാർ നടത്തുന്ന കെട്ടുകാഴ്ചകളിലൊന്നാണ് ഹോളിവുഡ് എന്ന് പറയുന്നത്. ആ ഹോളിവുഡ് തന്നെയാണ് ബോളിവുഡിന്റെയും മോളിവുഡിന്റെയും കേളിവുഡിന്റെയും ഒക്കെ ഇമാം എന്ന് പറയുന്നത്. അല്ലാതെ അവിടെ ആരും മുഹമ്മദിനെയും രാമനെയും കൃഷ്ണനെയും ബുദ്ധനെയും ജൈനനെയും ഒന്നും ഇമാമാക്കി വെച്ചിട്ടില്ല. ഖുർആനും ഗീതയും ബൈബിളൊന്നും വെച്ചിട്ട് ആരും സിനിമ പിടിക്കാൻ ഇറങ്ങിയിട്ടില്ല. വളരെ അപകടകരമായ നിലപാടുകളെ പ്രതിഷ്ഠിച്ചുകൊണ്ടാണ് നമ്മുടെ ആ മേഖല പോയിക്കൊണ്ടിരിക്കുന്നത്. സാമൂഹിക ജീവിതമായിട്ട് നേർക്ക് നേരെ അതിന് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു മതത്തിനും കൊള്ളില്ല, ഒരു രാഷ്ട്രീയ പാർട്ടിക്കും കൊള്ളില്ല. അതുകൊണ്ട് കാഫിർ വിവാദത്തെയൊക്കെ കുഴിച്ചു മൂടാൻ പറ്റുന്ന അങ്ങനെ മലയാളി കിടന്നിട്ട് മറിയാണ് തിമ്മൽ, ഹിന്ദു മുസ്ലിമും ക്രിസ്ത്യാനിയും ഒക്കെ. എന്താണ് അതിലുള്ളത്? നിങ്ങളെ കുട്ടികൾക്ക് എന്താണ് അതിലുള്ളത്? നിങ്ങളുടെ പെൺകുട്ടികൾക്ക് എന്താ അതിലുള്ളത്? നിങ്ങളുടെ വീട്ടുകാർക്ക് എന്താ അതിലുള്ളത്? നിങ്ങളുടെ ഗ്രാമത്തിന് എന്താ അതിലുള്ളത്? ഈ നാടിനെന്താ ഈ ചർച്ചയിലുള്ളത്? ഒന്നുമില്ല. പക്ഷേ വളരെ വലിയ സ്വഭാവത്തിൽ ഈ വിഷയം നമ്മുടെ മുമ്പിൽ കത്തിച്ചു നിൽക്കുകയാണ്. അപ്പൊ പലതും അപ്പൊ ഞാൻ പറഞ്ഞത് പലതിനും പല രൂപത്തിലും അപകടകരമായി കരുനീക്കങ്ങൾ നടത്തുന്ന രാഷ്ട്രീയ ഉദ്യോഗസ്ഥ മത സംവിധാനങ്ങളൊക്കെയാണ് ഇപ്പൊ ഉള്ളത്. അപ്പൊ എന്തിനാണിത് പുറത്തു വരുന്നത്? ഇതെന്തിനാണ് ചർച്ച ചെയ്യണത്? ഇത് ആരുടെ താല്പര്യമാണ്? ഇതൊക്കെ വളരെ നിർണായകമാണ്. അതിലേക്ക് ഞാൻ പോണില്ല. പറയാൻ ആഗ്രഹിക്കുന്ന ഒരു വിഷയമാണ്. ഏതാണെങ്കിലും സിനിമ എന്താണ്? സിനിമ സാംസ്കാരിക പ്രവർത്തനമാണ്, സാംസ്കാരിക വകുപ്പാണ് നമ്മുടെ കേരളത്തിലെ കൈകാര്യം ചെയ്യുക. ഗവൺമെന്റിന്റെ വകുപ്പിൽ സാംസ്കാരിക വകുപ്പുണ്ട്. എന്താണ് സംസ്കാരം എന്ന് പറഞ്ഞാൽ? നിങ്ങൾ എന്താണ് നിങ്ങൾ എന്തിനാ സംസ്കരണം എന്ന് പറയും? സാധാരണ അർത്ഥത്തിൽ സംസ്കരിക്കുക എന്ന് പറയുന്നത് എന്തിനാ? ഒരു സംഗതിയെ കഴുകി തുടച്ച് വൃത്തിയാക്കി അതിന്റെ ഏറ്റവും മൂല്യവത്തായ അതിന്റെ എന്താണോ അതിന്റെ അവസാനത്തെ മർമ്മം അതിലേക്ക് അതിനെ കൊണ്ടുവരുന്നതിനാണ് സംസ്കരിക്കുക നമ്മൾ പറയുക. ശവസംസ്കാരം അടക്കം നമ്മൾ നടത്തും.
ഏത് കോലത്തിൽ മരണപ്പെട്ട ഒരാളാണെങ്കിൽ പോലും അത് നമ്മൾ എന്ത് ചെയ്യും? ഭംഗിയായി ശവസംസ്കാരം നടത്തും. വയനാട്ടിലൊക്കെ നമ്മൾ കണ്ടതാ, മുറിഞ്ഞ് തെറിച്ച് പറഞ്ഞുപോയ ശരീരാവയവങ്ങളെ പോലും വളരെ മാന്യമായി, ഭവ്യതയോടെ, ബഹുമാനത്തോടെ, ആദരവോടെ ഉണ്ട്. ആ ശവസംസ്കാരം എന്ന് പോലും നമ്മൾ പറയലുണ്ട്. ശവത്തിന്റെ സംസ്കാരം ഉണ്ടാകുന്നില്ല, ശവത്തെ സംസ്കരിക്കുന്നു. ശവം എന്ന് പറഞ്ഞാൽ ഒരു ഉപകാരമില്ലാത്ത സാധനമാണ്. അതിനെപ്പോലും നമ്മൾ എന്ത് ചെയ്യുന്നു? വളരെ മാന്യതയോടുകൂടി സമീപിച്ച് കൈകാര്യം ചെയ്യുന്നതാണ് ശവസംസ്കാരം എന്ന് പറയുന്നത്. വളരെ പ്രധാനപ്പെട്ട. അതിന്റെ അപ്പുറത്തേക്ക് സംസ്കാരം അതിനേക്കാൾ വലിയ പദമാണ്. അവൻ സംസ്കാരമുള്ളവനാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? മൂല്യങ്ങളുള്ള, നന്മയുള്ള, നീതിയുള്ള, സത്യമുള്ള എല്ലാ സൽസ്വഭാവങ്ങളുടെയും മൂർത്തിമൽഭാവമാണ്. അതിനാണ് സംസ്കാരം എന്ന് പറയുക. ഒരു സംഗതിയെ അതിന്റെ ഏറ്റവും യാഥാസ്ഥികമായ അവസ്ഥകളിൽ നിന്ന് ഏറ്റവും പ്രയോജനപ്രദവും ഗുണപ്രദവുമായ അവസ്ഥയിലേക്ക്, ഇപ്പൊ വസ്ത്രം കഴുകി തുടച്ച് ശുദ്ധീകരിച്ച് സംസ്കരിക്കുക, അഴുക്ക് വരണ്ട് ചുളിഞ്ഞ് വഷളായി കിടക്കുമ്പോ അതിന് നമ്മൾ എന്ത് ചെയ്യുക? ശരിക്ക് കഴുകി തുടച്ച് വൃത്തിയാക്കിയിട്ട് അതിന് സംസ്കരിക്കാന്നാ പറയാം. എല്ലാറ്റിനെയും പ്രോസസ് ചെയ്യുക, അങ്ങനെ പറയലുണ്ടല്ലോ. സംസ്കരിക്കുക. സംസ്കാരം എന്നുള്ള പദം വളരെ മഹത്തരമാണ്. പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം വഇന്നക ലഅലാ ഖുലുഖിൻ അദീം, നീ മഹത്തായ സംസ്കാരത്തിന്റെ ഉടമയാകുന്നു. റസൂലിനെ കുറിച്ച് അള്ളാഹു നൽകുന്ന ഏറ്റവും മികച്ച സർട്ടിഫിക്കറ്റാണത്. അവര് പറഞ്ഞു ഇന്നക ലമജ്നൂൻ, നീ ഭ്രാന്തനാണ്. അതൊക്കെ നമ്മൾ വേറെ വിശദീകരിക്കും. നീ തീവ്രവാദിയാണ്, ഭീകരവാദിയാണ്, അട്ടിമറിക്കാൻ വന്നതാണ്, ദേശദ്രോഹിയാണ്, രാജ്യദ്രോഹിയാണ്, കലാപകാരിയാണ്, തെറ്റിക്കുന്നവനാണ്, നശിപ്പിക്കുന്നവനാണ്. എതിരാളികൾ എങ്ങനെയൊക്കെയാണ് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അറിഞ്ഞുകൊണ്ട് തന്നെ, അവർക്കറിയാതൊന്നുമല്ല റസൂൽ എന്നുള്ളത്. അപ്പൊ അള്ളാഹു മറുപടി പറഞ്ഞു ഇന്നക ലഅലാ ഖുലുഖിൻ അദീം. ഇവർക്ക് എന്താണ് നിന്നോട് പറയാനുള്ള അധികാരമുള്ളത്? താങ്കളെ വിമർശിക്കാൻ എന്ത് യോഗ്യതയാണ് അവരുടെ കയ്യിലുള്ളത്? മാന്യതയുള്ള, മഹത്വമുള്ള, വിശുദ്ധിയുള്ള, സത്യമുള്ള, നീതിയുള്ള 40 വയസ്സിന്റെ മുമ്പുള്ള റസൂലിന്റെ ജീവിതം തന്നെ തങ്കം, 21 ക്യാരറ്റ് 22 ക്യാരറ്റ് വിശുദ്ധിയാണ്. ഒരു ചെമ്പും ചേർന്നിട്ടില്ല, ഒരു വെള്ളിയും ചേർത്തിട്ടില്ല, ഒരു ക്ലാവും പിടിക്കാതെ ക്ലീനായിട്ടാണ് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം നിൽക്കുന്നത്. അതുകൊണ്ട് അള്ളാഹു റസൂലിനെ കുറിച്ചുള്ള ഏറ്റവും വലിയ പ്രഖ്യാപനം ഇന്നക ലഅലാ ഖുലുഖിൻ അദീം, വലിയ സൽസ്വഭാവത്തിന്റെ സംസ്കാരത്തിന്റെ ഉടമയാണ് താങ്കൾ. അതുകൊണ്ട് ഒരു പേടിയും പേടിക്കണ്ട. ആരാണ് കുഴപ്പക്കാരൻ? യയ്യീകുമുൽ മഫ്തൂൻ, നശിപ്പിക്കുന്നവരാരാണ്, കുഴപ്പമുണ്ടാക്കുന്നവരാണ്. ഏത് മതക്കാരാണ്, ഏത് രാഷ്ട്രീയക്കാരാണ്, ഏത് കലാകാരനാണ്, എന്ത് വിദ്യാഭ്യാസമാണ്, ഏത് സംസ്കാരമാണ് നശീകരണത്തിന് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നതെന്ന് ഫസതുബ്സിറു വയബ്സിറൂൻ, നമുക്ക് കാത്തിരുന്ന് കാണാമെന്നുള്ള പറയുന്നുണ്ട്. ഈമാനിനെ നിർവചിക്കുന്നുണ്ട് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം. അക്മലുൽ മുഅ്മിനീൻ, സത്യവിശ്വാസികളിൽ ഈമാൻ പൂർണ്ണമായവർ എന്ന് പറയുന്നത് ഏറ്റവും പൂർണ്ണതയുള്ളവർ. അഹ്സനുഹും ഖുലുഖ, സംസ്കാരം ഉത്തമമായി നിൽക്കുന്നവരാണ്, സ്വഭാവം ഉത്തമമായി നിൽക്കുന്നവരാണ്. ഇതാണ് സംസ്കാരം എന്ന് പറയാം. ഏറ്റവും ഉന്നതമായ നിലപാടുകളിൽ ഏത് വിഷയത്തെയും അതിന്റെ ഏറ്റവും പരമമായ സ്വഭാവത്തിൽ അവതരിപ്പിക്കുന്നതിനാണ് സംസ്കാരം എന്ന് പറയാം. ഇനി നമ്മളെ നാട്ടിലെ സാംസ്കാരിക വകുപ്പ് എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? നിങ്ങളൊന്നും എടുത്ത് പരിശോധിച്ചുകൊണ്ട് അശ്ലീലത, അനാശാസ്യത, മദ്യം, വ്യഭിചാരം, സ്വവർഗരതി, അങ്ങനെ ആടല്, പാടല്, തിമർക്കല്, പൊളയല്, പരിധി വിടല്, ലംഘിക്കല്, ഇതൊക്കെയാണ് സംസ്കാരം എന്ന് പറയാം. സാംസ്കാരിക വകുപ്പിന്റെ കീഴിലാണ് സിനിമാ മേഖലയുള്ളത്. കലാസാഹിത്യ സംവിധാനങ്ങളൊക്കെ അതിന്റെ കീഴിലാണ്. ഈ കലാസാഹിത്യ സംവിധാനങ്ങളിലൂടെ കലയ്ക്കും സാഹിത്യത്തിനൊന്നും ഇസ്ലാം എതിരല്ല കേട്ടോ. ഇതൊന്നും നമ്മൾ തെറ്റിദ്ധരിക്കേണ്ട കാര്യമില്ല. ഖുർആൻ തന്നെ മഹത്തായ സാഹിത്യ ഗ്രന്ഥമാണ്, സാംസ്കാരിക ഗ്രന്ഥമാണ്. ഖുർആൻ എന്ന് പറയുന്നത് നബിനെ കുറിച്ച് പറഞ്ഞില്ല, ഇന്നക ലഅലാ ഖുലുഖിൻ അദീം, ഏറ്റവും ഉത്തമമാണ്. റസൂൽ എന്നിട്ട് അതിനോട് ഒന്നുകൂടി ചേർത്ത് പറഞ്ഞിട്ടുണ്ട്, അക്മലുൽ മുഅ്മിനീന ഈമാനൻ അഹ്സനുഹും ഖുലുഖ, വിശ്വാസികളിൽ ഉത്തമമായവർ എന്ന് പറയുന്നത് സാംസ്കാരികമായ ഔന്നിത്യമുള്ളവരാണ്, സ്വഭാവ പെരുമാറ്റങ്ങളിൽ ഔന്നിത്യമുള്ളവരാണ്. ഹിന്ദു ആണെങ്കിലും മുസ്ലിം ആണെങ്കിലും ക്രിസ്ത്യാനി ആണെങ്കിലും ഒക്കെ
അമ്പലവും പള്ളിയും ചർച്ചും ഗീതയും ഖുർആനും ബൈബിളും ഒക്കെ തൊട്ടിട്ട് സിനിമാ നടന്മാർ മാത്രമല്ല, അവരെ മാത്രം കൊണ്ടുപോയിട്ട് കുരിശി തറക്കേണ്ട കാര്യമില്ല. ഏത് മേഖലയിലേക്ക് കയറി ചെന്നാലും വിശ്വാസികളായും വിപ്ലവകാരികളായും വിശുദ്ധന്മാരായും വിമോചകന്മാരുമായിട്ടൊക്കെ ചമയുന്നവർ അകത്തളങ്ങളിലേക്ക് നമ്മൾ ടോർച്ചടിച്ചാൽ, അറിയാതെ എങ്ങാനും നമ്മൾ ലയിച്ചിട്ടാൽ സംഗതി പൊളിക്കും. അങ്ങനെയാണ് കായിക, കലാ, സാഹിത്യ, രാഷ്ട്രീയ, മത വിഗ്രഹങ്ങളൊക്കെ ഒപ്പം നിൽക്കുന്നത്. ഇപ്പൊ ഒരു അഡ്ജസ്റ്റ്മെന്റ്, അല്ലാതെ കയറിപ്പോണ്ട, എല്ലാ വാതിലും തുറക്കണ്ട. ഇവിടെയുള്ള റസൂലിനെ കുറിച്ച് നമ്മൾ അഭിമാനത്തിലൂടെ പറയണത്, റസൂലിന്റെ അടുക്കളയും നിങ്ങൾക്ക് തുറന്നു നോക്കാം, ബെഡ്റൂമും നിങ്ങൾക്ക് തുറന്നു നോക്കാം, റസൂലിന്റെ പള്ളിയും തുറന്നു നോക്കാം, റസൂലിന്റെ പാർലമെന്റും തുറന്നു നോക്കാം. പാർലമെന്റ് മാത്രം തുറന്നു വെച്ചിട്ട് ഇതൊക്കെ വലിയ രാഷ്ട്രീയ നേതാക്കന്മാർ. കലാസാഹിത്യത്തിന്റെ വാതിലും മികച്ച അഭിനയം, മികച്ച പെർഫോമൻസ്, എന്തെന്നില്ലാത്ത കലാസാഹിത്യ പ്രവണതകൾ. കായിക രംഗത്ത് അവൻ മികച്ചവനാണ്. വാതിൽ അവിടെ മാത്രം തുറക്കണം നമ്മള്. ഇവരുടെയൊക്കെ എല്ലാ വാതിലുകളും എവിടെയാണോ തുറക്കപ്പെടുന്നത് അവിടെയാണ് അവർ പൂർണ്ണതയിലെത്തുക. അടുക്കള തുറന്നാലും ബെഡ്റൂം തുറന്നാലും അങ്ങാടി തുറന്നാലും ഒക്കെ, ഹോട്ടലാണെങ്കിലും ലോഡ്ജാണെങ്കിലും ഏത് വാതില് തുറന്നാലും അവർ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനാണ് സംസ്കരിക്കപ്പെടേണ്ടത്. എന്നിട്ട് റസൂൽ പറഞ്ഞു, ഖിയാറക്കും ലിനിസാഇഹിം, നിങ്ങളിൽ ഏറ്റവും ഉത്തമൻ നിങ്ങളുടെ ഇണയോട്, നിങ്ങളുടെ പെണ്ണിനോട് ഏറ്റവും നന്നായി പെരുമാറുന്നവനാണ്. സാംസ്കാരിക വളർച്ചയുടെ, സ്വഭാവ സംസ്കരണത്തിന്റെ, വിശുദ്ധിയുടെ അവസാനത്തെയും ആദ്യത്തെയും അളവുകോൽ എന്ന് പറയുന്നത് പെണ്ണിനോട് നീ എങ്ങനെയാണ് പെരുമാറുന്നത് എന്നുള്ളത്. സ്വന്തം ഭാര്യയോട്. കായിക, കല, സിനിമാ മേഖലയിലെ മിക്കവാറും ആള്, അന്താരാഷ്ട്ര ഫുട്ബോൾ മേഖലയിലൊക്കെ ഉള്ള കളിക്കാർ മുതല്, നമ്മളെ നാട്ടിലെ നാടക നടന്മാര് മുതല് സിനിമാ നടന്മാരടക്കമുള്ളവരുടെ പെണ്ണിനോടുള്ള പെരുമാറ്റം ഇപ്പൊ ഓരോ പെണ്ണും വിളിച്ചേർത്തുകൊണ്ടിരിക്കുക. കെട്ടിയ പെണ്ണ് മുതൽ കെട്ടാത്ത പെണ്ണിനോടടക്കം എന്ത് നിലപാടാണ് ഇവർ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്? എങ്ങനെയാണ് ഇവർ ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്? ഇവരൊക്കെ വലിയ ഹീറോമാരായി നമ്മുടെ ചുമരുകളിൽ, നമ്മുടെ സോഷ്യൽ മീഡിയ പോർട്ടലുകളിൽ, നമ്മളുടെ അബ്രഭാളികളിൽ, നമ്മളെ വലിയ പർവ്വതങ്ങൾ പോലത്തെ തിയേറ്ററുകളുടെ അകത്തളങ്ങളിൽ ഇരുത്തി മഹാമേരുക്കളായി വലിയ പർവ്വതങ്ങളെ പോലെ ഉയർന്നു നിൽക്കുന്ന ഇവരെ എവിടെയാണ് അവസാനം നിങ്ങളെ കൊണ്ടേ നിർത്തുന്നത്? റസൂല് വളരെ ചെറിയ രീതിയെ വർത്താനം പറഞ്ഞത്. നിങ്ങൾ സ്വഭാവത്തിൽ ഉത്തമന്മാരാണെങ്കിൽ അതാണ് മികച്ച വിശ്വാസം. അതിൽ തന്നെ നിങ്ങളുടെ ഇണയോട്, പെണ്ണിനോട്, അല്ലെ ലിസാഹിം, എല്ലാരും അതിന് പറയണത് സ്വന്തം ഇണയോട് എന്നാണ്. എനിക്ക് തോന്നുന്നത് എല്ലാ പെണ്ണിനോടും. ഒരു പെണ്ണിനെ നിങ്ങൾ, പ്രത്യേകിച്ച് ഇണയോട്, ഇണയുമായി ബന്ധപ്പെട്ട ഈ ആരോപണത്തിൽ വിധേയമായ ഒരാളുടെ മോചിപ്പിക്കപ്പെട്ട പെണ്ണ് പറഞ്ഞ വർത്താനങ്ങളുണ്ട്. അയാളുടെ അച്ഛന് വേണ്ടിയിട്ടാണ് ഞാൻ സഹിച്ചത്. എന്റെ കൈ പിടിച്ചിട്ട് അച്ഛൻ പറഞ്ഞു, വഷളാക്കരുത് മോളെ, എന്റെ മോനെ എന്നെ, അതുകൊണ്ട് നീ സഹിക്കണം. അതുകൊണ്ട് മാത്രമാണ് അന്ന് ഞാൻ പലതും വിളിച്ചു പറയാതിരുന്നത്. അദ്ദേഹം മരണപ്പെട്ടപ്പോൾ ആ കരാറ് തീർന്നു. അതുകൊണ്ടാണ് ഞാനിപ്പോ പറഞ്ഞത്. എനിക്ക് സഹിക്കാൻ കഴിയാത്ത സാഹചര്യം വന്നു കുടുംബജീവിതത്തിന്റെ അകത്തളങ്ങളിൽ. ഇപ്പോ ഇവരൊക്കെ ഇരുന്നിട്ട് ബിഗ് ബോസ്, അതുപോലെ തന്നെ മഹേന്ദ്രജാലം, നമ്മുടെ ചാനലുകളിൽ വന്നിട്ട് നമ്മുടെ കുട്ടികളെയും കൗമാരത്തെയും യുവതികളെയും പെൺകുട്ടികളെയും ഒക്കെ ഇളക്കി മറിക്കണവർ. ഇതിന്റെയൊക്കെ മുമ്പിൽ പോയി ഇരുന്നിട്ട് ഇവരെയൊക്കെ ഇമാമുകളാക്കി. ഇന്ത്യയിൽ ഒരു തലമുറ ഉണ്ട്, ശൈശവം, കൗമാരം, യുവത്വം, ആണും പെണ്ണും ഒക്കെ. അവന്റെ എല്ലാ വേഷം കെട്ടലുകളുടെയും സുന്നത്ത് ഇവരാണ് നിശ്ചയിച്ചു കൊടുക്കുന്നത്. ഈ കലാ കായിക രംഗത്തെ കപട വിഗ്രഹങ്ങളായി പ്രതിഷ്ഠിച്ചിട്ടുള്ള, ഞാനിതിന്റെ മറുഭാഗം പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഇതൊരു ക്യാപിറ്റലിസവും ഇമ്പീരിയലിസവും ഫാഷിസവും കൂടി ദൈവികതയിൽ നിന്നും മാനവികതയിൽ നിന്നും പ്രവാചകത്വ നിലപാടുകളിൽ നിന്നും മനുഷ്യരെ അകറ്റുന്നതിന് വേണ്ടി വളരെ കൃത്യമായി സൃഷ്ടിച്ചെടുക്കുന്ന പൊറാട്ട് നാടകങ്ങളാണ് ഈ കരിസ്മാറ്റിക് പ്രഭാവമുള്ള അവതാരങ്ങൾ എന്ന് പറയുന്നത്. കായിക താരങ്ങളിൽ വീണു പോവുക, സിനിമാ താരങ്ങളിൽ വീണു പോവുക, ഇവർക്കൊക്കെ നമ്മുടെ നിത്യജീവിതമായിട്ട് എന്താ ബന്ധം? അവരുടെ സ്വകാര്യ ജീവിതത്തിലൊക്കെ ഒന്ന് ഇറങ്ങിച്ചല്ലേ. ആഡംബരങ്ങളുടെ, ആഘോഷങ്ങളുടെ, അതിരുകവിഞ്ഞ സകല പ്രകടനങ്ങളുടെയും എല്ലാത്തും അവിടുക്കട് കയറി ചെന്നവൻ അങ്ങനെ കൊടുങ്ങുക. കാരണം അത് നിയന്ത്രിക്കുന്നവനും അതിനെ കൺട്രോൾ ചെയ്യുന്നവനും അതിൽ അണിചേർന്നവരും ഒക്കെ അത്തരമൊരു ടീം വർക്കിലാണുള്ളത്. വളരെ അപൂർവ ആളുകളെ മാത്രമാണ്. വിശുദ്ധിയെയും വിപ്ലവത്തെയും വിമോചനത്തിനെയും സ്വഭാവ മൂല്യങ്ങളെയൊക്കെ സംരക്ഷിച്ച് അവിടെ നിൽക്കാൻ കഴിയാന്ന് പറയുന്നത്
അസാമാന്യമായ യൂസുഫ് നബിമാർക്ക് മാത്രമായിരിക്കും. പെണ്ണ് പിന്നാലെ കൂടുമ്പോഴും പായനുണ്ടല്ലോ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം. സൂറത്ത് യൂസുഫിൽ അത് പറഞ്ഞിട്ടുണ്ട്. പെണ്ണ് പിന്നാലെ കൂടും. ഫത്തഖുദ്ദുനിയ ഫത്തഖുന്നിസ, ദുനിയാവിനെ നല്ലോണം സൂക്ഷിച്ചോ, കിട്ടിയാലും മതിയാവില്ല. അതേപോലെ പെണ്ണും അങ്ങനെ തന്നെയാണ്. പെണ്ണിനെ നന്നായിട്ട് നിങ്ങൾ സൂക്ഷിക്കണം. പെണ്ണിനെയും നിങ്ങൾ നന്നായി സൂക്ഷിക്കണം. ഹദീസ് അത്ര വിഷയങ്ങളിലേക്ക് ഞാനിപ്പോ കടന്നു പോകണില്ല. ഇന്നന്നിസാ ഔറത്തുൻ, സൂക്ഷിക്കേണ്ടതാണ് പെണ്ണ്. വലിയ സ്വഭാവത്തിൽ സൂക്ഷിക്കേണ്ടവളാണ് പെണ്ണ്. അതിനെ നിങ്ങൾ പൊട്ടിച്ചു കളയരുത്, അതിരുവിടരുത്, അതിന്റെ അടയാളങ്ങൾ മായ്ക്കരുത്. ആണും പെണ്ണുമൊക്കെയുള്ള അടയാളമൊക്കെ മാഞ്ഞല്ലോ ഇപ്പോ, അതിരുകളൊക്കെ മാഞ്ഞല്ലോ ഇപ്പോ. സെക്യുലറിസമാണ്. മതദർശനങ്ങൾ എവിടെ പരിശോധിച്ചാലും സ്ത്രീ പുരുഷ ബന്ധവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ ഏറ്റവും ബഹുമാനമുള്ള അതിരുകൾ നിർണയിച്ചിട്ടുണ്ട്. ഒരു സ്ത്രീയും പുരുഷനും തമ്മിൽ ശാരീരിക ബന്ധം മുതൽ ജീവിതത്തിലെ എല്ലാ ഘട്ടത്തിലും ഒന്നിച്ചു നിൽക്കുന്നതിന്റെ കരാറിനെ വഹദന മിൻഹും മീസാഖൻ ഖലീല, വളരെ വലിയൊരു കരാർ. ഇപ്പൊ ഒരു കരാറും വേണ്ട, നിങ്ങൾക്ക് ആരെ കയ്യും പിടിച്ചിട്ട് പോവാ. നിങ്ങളെ ഉമ്മാനാണെങ്കിലും പ്രശ്നമില്ല, ഉഭയകക്ഷി സമ്മതം ഉണ്ടായാൽ മതി. അതാണ് മതേതരത്വം, സെക്യുലറിസം, മത ഇതര തത്വം. നിങ്ങൾ ഉമ്മയുടെ നോക്കേണ്ട കാര്യമൊന്നുമില്ല. ഉമ്മക്കും ഇങ്ങക്കും സമ്മതമാണെങ്കിലും നിങ്ങൾക്ക് നടത്താം. മകളാണോ നോക്കേണ്ട കാര്യമില്ല, സമ്മതം ഉണ്ടോ നോക്കിയാൽ മതി. ഇതാണ് സെക്യുലറിസം. പൂഴ്സിഞ്ഞ് നാറി ദുർഗന്ധം വമിക്കുന്ന ഈ കാപട്യത്തെ, കള്ളത്തരത്തെ ക്യാമ്പസുകളിലൂടെ, സിനിമകളിലൂടെ, നാടകങ്ങളിലൂടെ, കായിക മേഖലകളിലൂടെ ഒളിച്ച് കടത്തി അവസാനം ഇന്ത്യയുടെയൊക്കെ കുട്ടികള് ചെന്ന് ചാടുന്ന ചതിക്കുഴികൾ നിങ്ങളെടുത്ത് പരിശോധിച്ച് നോക്ക്. ഇത് വെച്ചിട്ടാണ് ഖുർആൻ സൂറത്തു നൂറ്, സൂറത്തിന്റെ പേരെന്നെ നൂറ് എന്ന പ്രകാശം. പ്രകാശം കെടുത്താൻ പറ്റിയ സാധനമാണ് സദാചാര പ്രശ്നങ്ങൾ, അശ്ലീലവും അനാശാസ്യവുമായ പ്രവർത്തനങ്ങൾ. അതിന്റെ ബാക്കി നിങ്ങളെ വീട്ടിലെ ഖുർആൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊക്കെ വായിക്കാം. ഇത് ഓതാ, ഇതിന്റെ തഫ്സീറെടുത്ത് വായിക്കുക. വളരെ കൂടുതൽ വിഷയങ്ങൾ, സദാചാരവും സ്ത്രീ പുരുഷ ബന്ധവും അതിന്റെ അഴൂറത്തും അതിൽ പാലിക്കേണ്ട മുറകളൊക്കെ നിങ്ങളെ മകളോട്, നിങ്ങളെ പെണ്ണിനോട്, നിങ്ങളെ അമ്മയോട്, നിങ്ങളോട് അല്ല പറയണത്. കണ്ണൊക്കെ താഴ്ത്തണം, മാറിടങ്ങളൊക്കെ മറക്കണം. നിങ്ങളെ കുട്ടികളൊക്കെ എങ്ങനെ സ്കൂൾക്ക് പോലെ ഇപ്പൊ മറ്റേ ലേസ് പാക്കറ്റ് ചെയ്ത പോലെ തല മൂടിപ്പൊതിഞ്ഞ് കെട്ടിയിരിക്കണം. അങ്ങനെ ഉണ്ടല്ലോ, ചിപ്സും ലേസും ഒക്കെ പാക്ക് ചെയ്ത പോലെ തല ഭയങ്കര മൂടിക്കെട്ടണം. ഇവിടെ ഉണ്ടാവും ഇങ്ങനെ കിടക്കണം. മാറിങ്ങനെ ഉള്ളിട്ടിരിക്കുന്ന വസ്ത്രം, ചുണ്ടൊക്കെ നല്ല കളറൊക്കെ കൊടുത്ത് നമ്മളെ പെൺകുട്ടി, ഇടുങ്ങിയ വസ്ത്രങ്ങൾ, ഒട്ടിയ വസ്ത്രങ്ങൾ, ശരീരത്തിന്റെ എല്ലാ അവയവങ്ങളെയും പ്രദർശിപ്പിക്കാൻ പറ്റുന്ന പുസ്തകങ്ങൾ, വേഷങ്ങൾ. നമ്മളെ പെൺകുട്ടിയാണ് ഇറങ്ങണത്. നിങ്ങൾ സൂറത്തു നൂർ എടുക്ക്, എന്നിട്ട് കൊണ്ടുപോയിട്ട് ഓതി കൊടുക്കുക. അസ്സാനിയത്തു വസ്സാനി എന്നാണ് ഖുർആൻ പറയണത്. വ്യഭിചാരത്തിലെ പെണ്ണിനെയാണ് അവിടെ ആദ്യം പറഞ്ഞത്. ഒരു പെണ്ണ് സന്നദ്ധമാകുമ്പോഴാണ് വ്യഭിചാരം നടക്കുക, ബലാത്സംഗമല്ല. വ്യഭിചാരം നടക്കുക പെണ്ണ് വഴങ്ങുമ്പോഴാണ്. പെണ്ണിനെ നിർബന്ധിച്ചൊരുത്തൻ വീഴ്ത്തിയാൽ അതിൽ പെണ്ണ് കുറ്റവാളിയല്ല. പക്ഷേ വ്യഭിചാരത്തിന്റെ സാധ്യതകളും അനാശാസ്യമായ പ്രവർത്തനങ്ങളിലേക്കും പുരുഷനെ ആകർഷിക്കാൻ, മുമ്പേ പറഞ്ഞു, എനിക്ക് ഓർമ്മല്ലേ, പുരുഷന്റെയും പെണ്ണിന്റെയും മനഃശാസ്ത്രം രണ്ടാണ്. പുരുഷനെ കണ്ടാൽ മതി, ഒരു അശ്ലീല കാഴ്ച, ഒരു സുന്ദരിയായ പെണ്ണിനെ എങ്ങനെ കണ്ടാൽ തന്നെ മനസ്സിലെ ചിന്തകളുടെ രൂപം ഭാവമൊക്കെ മാറും. ആധുനിക മുതലാളിത്തം വിശുദ്ധിയിൽ നിന്ന് എന്നെയും നിങ്ങളെയൊക്കെ താഴെ ഇറക്കാൻ നിരന്തരമായി കെട്ട കാഴ്ചകൾ, ആരെയും ഇടിച്ചു തകർക്കാൻ പറ്റുന്ന, ഒന്നുമല്ലാതാക്കാൻ പറ്റുന്ന പരസ്യ ഇടങ്ങൾ മുതൽ സോഷ്യൽ മീഡിയയുടെ സ്വകാര്യതകളിലൂടെ അടക്കം പരസ്യമായി അഴിച്ചു വിട്ടിരിക്കുകയാണ്. പിടിച്ചിക്കാൻ കഴിയില്ല. പുരുഷന്റെ കാഴ്ച മതി. അപ്പൊ ഇതൊക്കെ കൂടി കണ്ടിട്ട്, അതുകൊണ്ടാണ് പെണ്ണിനോട് പറഞ്ഞത് മാന്യമായിട്ട്, നിങ്ങൾ ഇന്ത്യയൊക്കെ കുട്ടികള് എങ്ങനെയാണ് സ്കൂളിലും കോളേജിലും പോകണമെന്നുള്ളത് നിങ്ങൾ വേറെ നോക്കിക്കോ, ഏത് രൂപത്തിലാണെന്നത്. ആൺകുട്ടി പെൺകുട്ടിയൊക്കെ. പെണ്ണിന് ഇങ്ങോട്ട് കണ്ടാ പ്രശ്നം ഉണ്ടാവില്ല. പെണ്ണിന് ശാരീരിക സ്പർശനം നടന്നാലാണ് ആകർഷിക്കപ്പെടുക. അതൊക്കെ ട്രെയിനിലും ബസ്സിലും ഒക്കെ പോകുമ്പോഴുള്ള കാഴ്ചകളൊക്കെ കണ്ടാൽ നമുക്ക് സങ്കടം തോന്നും. സ്കൂളിലും കോളേജിലും ഗ്രൗണ്ടിലും അങ്ങാടിയിലൊക്കെ യൂറോപ്പ് നാറ്റി, അമേരിക്കയും യൂറോപ്പും ചീഞ്ഞളിഞ്ഞ് ദുർഗന്ധം വമിച്ച് പയറ്റിയ ഈ വൃത്തികേടുകൾ കേരളത്തിന്റെ ക്യാമ്പസുകളിലേക്കും സ്കൂളുകളിലേക്കും ഒക്കെ ടീച്ചർക്കും മാഷ്ക്കൊന്നും ചോദിക്കാൻ പറ്റൂല. നിങ്ങളാരാ ചോദിക്കാൻ? ഞങ്ങൾ പഠിക്കാൻ മാത്സ് പഠിച്ചില്ലെങ്കിൽ അത് നിങ്ങൾക്ക് ചോദിക്കാം. ഞാൻ ഓളെ തൊട്ടു, ഞാൻ ഓളെ ചുംബിച്ചു, അല്ലെങ്കിൽ ഞാൻ അവനെ കയറി പിടിച്ചു, അവൻ എന്നെ കയറി പിടിച്ചു, നിങ്ങളെന്ത് ചോദിക്കണം? ഇതാണ് സ്വാതന്ത്ര്യം, ഇതിനാണ് ലിബറലിസം.
ഇതാണ് വ്യക്തി സ്വാതന്ത്ര്യം. എന്തൊക്കെ വലിയ മുദ്രാവാക്യങ്ങളാണ് നമ്മുടെ കുട്ടികൾക്ക് കൊടുത്തിരിക്കണവരെ ഇവര്. ഇതിലേക്കൊക്കെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന, അതിന് പറ്റുന്ന സംവിധാനങ്ങളും സൗകര്യങ്ങളും ഒക്കെ ഒരുക്കി ഇവര് വെക്കുകയാണ്. ഇവിടെയാണ് അള്ളാഹ് പറയുന്നത്, സൂറത്തുൽ നൂർ നിങ്ങൾ പഠിക്കുക. പറ്റുമെങ്കിൽ നിങ്ങളെ വീട്ടിൽ പോയിട്ട് കുട്ടികളെയും മക്കളെയൊക്കെ മുമ്പിൽ നിങ്ങളൊന്ന് പാരായണം ചെയ്ത് കേൾപ്പിക്കുക. ആണും പെണ്ണും ഒക്കെ എങ്ങനെയാണ് കൂടിക്കഴിയേണ്ടത്, എവിടേക്കാണ് കൂടിക്കഴിയേണ്ടത്, എത്രത്തോളമാണ് അടുക്കാനും അനുഭവിക്കാനും പെരുമാറാനും ഒക്കെ സ്വാതന്ത്ര്യം ലഭിച്ചിട്ടുള്ളത്. അടച്ചുപൂട്ടണമെന്നും ചെമ്പിലിട്ട് വെക്കണമെന്നൊന്നും പറഞ്ഞിട്ടില്ല ഇസ്ലാം. പക്ഷേ ഒരടക്കലുകളുമില്ലാതെ, ഒരു തുറക്കലുകളുമില്ലാതെ ആകെ എല്ലാം തുറന്ന് വിട്ടിട്ടില്ല ഇസ്ലാം. അങ്ങനെ വിട്ടാൽ പിന്നെ മനുഷ്യജീവിതം ഉണ്ടാവില്ല ഒരു കാര്യത്തിലും. ഇതൊക്കെ വിശദീകരിക്കുന്ന അധ്യായമാണ് സൂറത്തുൽ നൂർ. അതിന്റെ പേരെന്നെ പ്രകാശം എന്നാണ്. അള്ളാന്റെ പ്രകാശത്തിനെ വിശദീകരിക്കുന്നുണ്ട്. ഈ സൂറത്തിലുള്ള ആയത്താണ് ഞാൻ ഓതി കേൾപ്പിച്ചത്. അവസാനിപ്പിക്കാം നമുക്ക്. ഇന്നല്ലദീന യുഹിബ്ബൂന അൻ തശിഅൽ ഫാഹിശത ഫില്ലദീന ആമനു. വിശ്വാസികൾക്കിടയിൽ അശ്ലീലതയും അനാശ്വാസതയും ഒക്കെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ടല്ലോ. പാട്ടായി, കലയായി, സിനിമയായി, നാടകമായി, കായികാഭ്യാസമായി, കലാപ്രകടനമായി, പല രീതിയിലുള്ള അശ്ലീലതകൾ നമ്മളെ ആകർഷിക്കുന്ന, നമ്മളെ മോഹിപ്പിക്കുന്ന, നമ്മളെ റാഞ്ചിയെടുക്കുന്ന മാതിരിയുള്ള അവതരണങ്ങളൊക്കെ നടത്തി ഒറിജിനൽ സ്വഭാവത്തിൽ തന്നെ ആളെയും തന്ന് അങ്ങനെയുണ്ട്. ഇപ്പോ നമുക്ക് പൈസ കൊടുത്തിട്ട് നടത്താം. അതിനൊക്കെ ആളുകൾ തുറന്നു വെച്ചിട്ടുണ്ട്. അള്ളാഹ് പറയാ ഫില്ലദീന ആമനു, വിശ്വാസികൾക്കിടയിൽ ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ടല്ലോ, ലഹും അദാബുൻ അലീം, വലിയ ശിക്ഷയുണ്ടവർക്ക്, വേദനാജനകമായ ശിക്ഷയുണ്ടവർക്ക്. ഫിദ്ദുനിയ, ഇഹലോകത്തിൽ വെച്ച് തന്നെ, വല്ലാഹിറ, പരലോകത്തും. ഇഹലോകത്തന്നെ അള്ളാഹുവിനെ വെറുതെ വിടൂല. വല്ലാഹിറ, പരലോകത്ത് ഇവിടെ കിട്ടിയതിനേക്കാൾ വലുത് അവർക്ക് തുറന്നു വെക്കും. വല്ലാഹു യഅലമു, ഇതല്ല ഇങ്ങനെ പറയാനുള്ള കാരണം എന്താണെന്നറിയോ? നിങ്ങൾ ഈ തുറന്നുവിടുന്ന അശ്ലീല ആഭാസതരങ്ങൾ, ഈ അനാശാസ്യ പ്രവണതകൾ, ഈ സാൻമാർഗിക വിരുദ്ധവും മൂല്യവിരുദ്ധവുമായ ഈ നടപടിക്രമങ്ങൾ, അത് വ്യക്തിയിലും കുടുംബത്തിലും സമൂഹത്തിലും ബന്ധങ്ങളിലുമൊക്കെ ഉണ്ടാക്കുന്ന തകർച്ചകൾ, തളർച്ചകൾ, അതിന്റെ പ്രശ്നങ്ങൾ വല്ലാഹു യഅലമു. നിങ്ങൾക്ക് പെട്ടെന്ന് നോക്കിയാൽ മനസ്സിലാവില്ല. ഒരാണ് ഒരു പെണ്ണിന്റെ കൂടെ പോയി, ഒരു പെണ്ണൊരാണിന്റെ കൂടെ പോയി, ഓരവിടെ വ്യഭിചരിച്ചു, ഇവരവിടെ സ്വർഗരതി നടത്തി, എന്താ സംഭവിക്കാനുള്ളത്? പക്ഷേ ചിതറും, തകരും, തളരും ബന്ധങ്ങൾ, മാതാപിതാക്കൾ, ഇണകൾ, മക്കൾ, കുടുംബം, ഇതൊക്കെ തകർന്ന് തരിപ്പണമാവും. ഇതൊക്കെ അവിടെ നടക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മളെ കുപ്പിയിലാക്കാൻ വേണ്ടിയിട്ട് ഇവരൊക്കെ ഭയങ്കര കുടുംബ ബന്ധവും ഇതൊക്കെ ഉള്ളവരാണ് ഇത് കാണിക്കും. അത് ഇവരുടെ ഒരു കാപട്യമാണ്. മീഡിയയും നമ്മൾ നേരത്തെ പറഞ്ഞതിന് കടിഞ്ഞാണ് പിടിക്കുന്നവരൊക്കെ ഈ കൃത്രിമ വിഗ്രഹങ്ങളെ വെള്ളപൂശാൻ വേണ്ടിയിട്ട് ഇവരൊക്കെ ഭയങ്കരമാണ് എന്ന് നമ്മൾ മുമ്പിൽ അവതരിപ്പിച്ചു തരും. കായിക കല, സിനിമാ താരങ്ങളൊക്കെ വെച്ചിട്ട് ഇതിലൊന്നും നിങ്ങൾ കുടുങ്ങരുത്. വല്ലാഹു യഅലമു, നിങ്ങളെ കുട്ടികളടക്കം തകിടം മറിയുന്നത് അല്ലാഹ്ക്കറിയാം. നിങ്ങൾക്ക് ആരോടങ്ങൾ പറയുക? ഞാനതിന്റെ വിശദീകരണത്തിലേക്ക് ഇപ്പൊ പോണില്ലേ. നമ്മളെ കുട്ടികൾ സിനിമ കണ്ടിട്ട് ഇന്നേ വരെ ഒരു മനുഷ്യൻ നന്നായ ചരിത്രം ലോകത്ത് എവിടെയെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? എവിടെ ഉണ്ടായിട്ടില്ല. എന്നാൽ അതിന്റെ എല്ലാ വൃത്തികേടുകളും, സകല വൃത്തികേടുകളും, ഉമ്മാനും പങ്ങളും തിരിച്ചറിയാതിരിക്കൽ മുതൽ, വേഷഭൂഷാദികൾ മുതൽ, ഹാവഭാവങ്ങൾ മുതൽ, മൂന്നാംകിട സിനിമയിലും കായിക താരങ്ങളും ഒക്കെ നടത്തുന്ന കോമാളി വൈകൃതങ്ങളായി നമ്മുടെ കുട്ടികൾ. ഇതൊക്കെ നമ്മൾ കാണില്ലേ? ഓന്റെ മുടിയും ഓന്റെ തലയും ഓന്റെ പാന്റും ഓന്റെ കുപ്പായവും എല്ലാം ആരാ കൊടുക്കണത്? എന്നിട്ട് അവൻ ആരെ കൂടിയും പോവും, ആരെയും കൊണ്ടുപോകും, എവിടെയും പോവും. എന്നിട്ട് ഇതൊക്കെ ഉണ്ടാക്കുന്ന രക്ഷിതാക്കൾക്ക്, കുടുംബത്തിന്, ബന്ധങ്ങൾക്ക് വല്ലാഹു യഅലമു. അതുകൊണ്ട് അല്ലാഹ് പറഞ്ഞു, നിങ്ങൾ ഈ കറയണ പോലെ ഒറ്റയടിക്ക് അവസാനിക്കുന്ന പ്രശ്നങ്ങളല്ല ഇതൊന്നും. ഇതിലൊക്കെ തന്നെയും ധാരാളം പ്രശ്നങ്ങളുണ്ട്. വല്ലാഹു യഅലമു അൻതും ലാ തഅലമൂൻ. ബാക്കി ഇൻഷാ അല്ലാഹ് പറയുകയാണെങ്കിൽ നമുക്ക് അടുത്ത ആഴ്ച പറ്റുകയാണെങ്കിൽ പറയാം. ഇല്ലെങ്കിൽ ഈ പറഞ്ഞെടുത്ത് നിന്നിട്ട് ഇതിന്റെ ശേഷമുള്ള ആയത്തുകളൊക്കെ ഉണ്ട്, അതിൽ ശരിക്കൊന്ന് വായിക്കണം, പഠിക്കണം ഒക്കെ നല്ലതാണ്. സൂറത്തുൽ നൂറൊക്കെ. ഇവരാരും നമ്മുടെ ഹീറോമാരല്ല, ഇവരാരും നമ്മളെ പരലോകത്തെ രക്ഷിക്കാനിരിക്കുന്നവരല്ല. നമ്മുടെ തലമുറകളെ ഏറ്റവും മൂല്യവത്തായ സിനിമ ഇക്കഴിഞ്ഞ 19ാം നൂറ്റാണ്ടിന് ശേഷം വന്നിട്ടുള്ള ഏറ്റവും മാരകമായ ദുരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള, അതിന് ശേഷം വന്ന മൊബൈലും, ഇത് രണ്ടും പുതിയ തലമുറയെ കോമാളികളാക്കി, ഒന്നിനും കൊള്ളാത്തവരാക്കി. ഞാന് ഹലാലായ സിനിമനെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇത് ഉപയോഗിക്കുന്നതിനെ കുറിച്ചൊന്നുമല്ല ഞാൻ പറയുന്നത്. ഇതുണ്ടാക്കുന്ന പരിക്കുകൾ, ഇതുണ്ടാക്കുന്ന ആഘാതങ്ങൾ, അശ്ലീലതയും അക്രമവും മാത്രമാണ് 90% ഇതിൽ നിറഞ്ഞ് കവിഞ്ഞ് ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. ഇതിനെ നമ്മൾ സൂക്ഷിക്കുക. എന്താണ് നല്ലത്, എത്രത്തോളമാണ് നന്മ,
എവിടെയാണ് നന്മ നമുക്ക് കിട്ടുക? അതൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അനുഭവിക്കാം. ഇല്ലെങ്കിൽ നമ്മുടെ കുടുംബവും നമ്മുടെ മക്കളും നമ്മുടെ ബന്ധങ്ങളും സാമൂഹിക സദാചാര മൂല്യങ്ങളുമൊക്കെ തകർക്കപ്പെടുന്ന മേഖലയാണെങ്കിൽ എത്ര വലിയ മഹാന്മാരെ ആരൊക്കെ പ്രതിഷ്ഠിച്ചാലും ശരി, അവരാരും നമ്മളെ റോൾ മോഡലുകളല്ല. സയ്യിദുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അക്മലുൽ മുഅ്മിനീന ഈമാനൻ അഹ്സനഹും ഖുലുഖ, സ്വഭാവങ്ങളുടെ അങ്ങേയറ്റത്ത് ഏറ്റവും വിശുദ്ധമായി വിപ്ലവാത്മകമായി നിറഞ്ഞു നിന്നവനാണ് മുഹമ്മദ് മുസ്തഫ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്കത് മതി നമ്മുടെ കുട്ടികൾക്കും കുടുംബത്തിനും ഒക്കെ റോൾ മോഡല്. ബാക്കിയൊക്കെ ഡ്യൂപ്ലിക്കേറ്റാണ്. കൃത്രിമമായി ചായം തേച്ച് പൊടിപ്പും തൊങ്കലും വെച്ച് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കപ്പെടുന്നവരാണ്. അവര് പോലും ഒരു ഘട്ടത്തിൽ നിഷ്കാസിതരായാൽ പിന്നീട് വരുന്ന പുതിയ അവതാരങ്ങളെ പ്രതിഷ്ഠിക്കുക എന്നുള്ളതാണ് കച്ചവടത്തിന്റെയും മാർക്കറ്റിന്റെയും പരസ്യങ്ങളുടെയും അപകടകരമായ ലോകത്ത് അരങ്ങേറിക്കൊണ്ടിരിക്കുന്ന കുതന്ത്രങ്ങൾ എന്ന് പറയുന്നത്. ഇതൊന്നും തിരിച്ചറിയാതെ ഈയാമ്പാറ്റകളെ പോലെ ഞാനും നിങ്ങളും നമ്മുടെ കുട്ടികളെയൊക്കെ അതിന്റെ മുമ്പിലേക്ക് കൊണ്ടുപോയി കൊടുക്കുന്നതിന് പകരം നല്ല സൂക്ഷ്മത ഒരിക്കൽ കൂടി ഈ വിഷയത്തിൽ ഉണ്ടാകണമെന്ന് എന്നെ നിങ്ങൾ ഉണർത്തുന്നു. അള്ളാഹു അതിന് നമ്മെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സിനിമ, സംഗീതം, നാടകം, കല, കായികം, സാംസ്കാരിക പ്രവർത്തനങ്ങൾ, ഇതൊന്നും ഹറാമല്ല. പക്ഷെ ഇതിലൊക്കെയും അള്ളാഹുവിന്റെ വിധിവിലക്കുകളെ ഗൌരവത്തോടുകൂടി സൂക്ഷിക്കണം നമ്മൾ, നമ്മുടെ മക്കൾ, നമ്മുടെ കുടുംബങ്ങൾ എന്ന് ഒരിക്കൽ കൂടി ഉണർത്തുന്നു. ആ വിഷയത്തെ ഗൌരവത്തിൽ മനസ്സിലാക്കാൻ ആവശ്യമായ എന്താണ് നന്മയെന്നും ഏതാണ് ഇതിലെ തിന്മയെന്നും എങ്ങനെയാണ് ഇതിനെ പ്രൊമോട്ട് ചെയ്യേണ്ടതെന്നും മനസ്സിലാക്കാനുള്ള ശ്രമങ്ങളിലും അള്ളാഹുവിന്റെ വിധിയിലേക്കുള്ള സൂക്ഷിക്കണമെന്ന് ഒരിക്കൽ കൂടി ഞാൻ ഉണർത്തണം. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ കുട്ടികളെയും കുടുംബത്തിനെയൊക്കെ അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. വിശുദ്ധിയിലും മൂല്യത്തിലും നന്മയിലും സംസ്കാരത്തിലും ഉയർന്നു നിൽക്കാൻ കഴിയുന്നവരായി അള്ളാഹു നമ്മയൊക്കെ അനുഗ്രഹിക്കുമാറാകട്ടെ. അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായിട്ടും ഒക്കെ സംഭവിച്ചു പോയിട്ടുള്ള ചെറിയതും വലിയതുമായ തെറ്റുകുറ്റങ്ങളിൽ നിന്നൊക്കെയും അള്ളാഹുവേ നീ ഞങ്ങളെ കാത്തുരക്ഷിക്കുമാറാകണമേ തമ്പുരാനെ. അള്ളാഹുവേ ഞങ്ങളുടെ മക്കളെ, പ്രത്യേകിച്ച് ആൺകുട്ടികളും പെൺകുട്ടികളും ഒക്കെ കൗമാരവും ശൈശവവും ബാല്യമൊക്കെ ആയിട്ട് നിൽക്കുന്ന ഞങ്ങളുടെ അമാനത്തുകൾ അതിനേറ്റവും മനോഹരമായി സംരക്ഷിക്കാനും ഏറ്റവും മൂല്യവത്തായി വളർത്തിക്കൊണ്ടുവരാനും ഞങ്ങളെ കണ്ണിന് കുളിർമ നൽകുന്ന മക്കളും ഇണകളുമായി ഞങ്ങളുടെ കുടുംബങ്ങളെ, മക്കളെ മാറ്റിയെടുക്കാനും അള്ളാഹുവെ നീ ഞങ്ങളെ അനുഗ്രഹിക്കുമാറാകണമേ തമ്പുരാനെ. അതിലെന്താണോ ഞങ്ങളൊക്കെ ചെയ്യേണ്ടത് അതിനാവശ്യമായ അറിവും കഴിവും നൽകി നീ ഞങ്ങളെ സഹായിക്കുമാറാകണമേ തമ്പുരാനെ. ഞങ്ങളുടെ ഉമ്മ ഉപ്പ അവരോട് നീ കരുണ കാണിക്കുമാറാകണമേ തമ്പുരാനെ. അവരുടെ രോഗങ്ങൾ ശിഫയാക്കുകയും അവർക്ക് ആഫിയത്തും സലാമത്തും നൽകി അവരെ നീ അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകണമേ തമ്പുരാനെ. ഞങ്ങളുടെ കൂട്ടത്തിൽ പല പ്രയാസങ്ങളിലൂടെയും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നവരുണ്ട്. അള്ളാഹുവേ അതിലൊക്കെയും ഞങ്ങൾക്ക് സലാമത്ത് നൽകി പരിഹാരങ്ങൾ നൽകി നീ ഞങ്ങളെ സഹായിക്കുമാറാകണമേ തമ്പുരാനെ. ഞങ്ങളുടെ രോഗങ്ങളെ നീ ഞങ്ങൾക്ക് ശിഫയാക്കി തരുമാറാകണമേ തമ്പുരാനെ. അള്ളാഹുവേ ഞങ്ങളിൽ നിന്ന് നിന്നിലേക്ക് യാത്ര തിരിച്ച ഞങ്ങളുടെ ഉമ്മ ഉപ്പ ഇണകൾ കുട്ടികൾ സഹോദരങ്ങൾ സുഹൃത്തുക്കൾ സഹപ്രവർത്തകർ അവർക്കൊക്കെയും നീ പുറത്തു കൊടുക്കുകയും നാളെ നിന്റെ